ബിഗ് ബോസിൽ പങ്കെടുത്തോടെയായി അനുവിൻ്റെ ജീവിതത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. 100 ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയാണ് പോയത്. ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നായിരുന്നു അനു പ്രതികരിച്ചത്. PR-ലൂടെ സ്വന്തമാക്കിയ വിജയമാണെന്ന വിമർശനങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു. PR-ലൂടെ മാത്രമേ അവിടെ ഒന്നും ചെയ്യാനാവില്ല, കണ്ടന്റ് കൊടുക്കണം, ടാസ്കുകളും ഗെയിമുകളെല്ലാം മാക്സിമം എഫേർട്ട് ഞാൻ ഇടാറുണ്ടെന്നും അനു പറഞ്ഞിരുന്നു. വിജയ് കിരീടവുമായി പുറത്തേക്കെത്തിയത് മുതൽ അനു വീണ്ടും സജീവമാണ്. ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായി നല്ല തിരക്കുകളാണ്. തൻ്റെ വ്ളോഗുകളിലൂടെയായിരുന്നു അനു വിശേഷങ്ങൾ പങ്കിടുന്നത്. തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കുമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത്. സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലും വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ പോയതോടെ അത് മാറിയെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്ക് വന്നിരുന്നു. അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത്. ഞാനായി തന്നെയാണ് ഷോയിൽ നിന്നത്, നിങ്ങൾ വഴക്കുണ്ടാക്കണം കേട്ടോ, അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്നും പറഞ്ഞിരുന്നു. കരഞ്ഞതൊക്കെ റിയലാണ്, പെട്ടെന്ന് സങ്കടം വരും, കരയുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് അതും പറഞ്ഞ് എന്നെ വിമർശിച്ചെന്നായിരുന്നു അനുവിൻ്റെ മറുപടി. PR-നെ കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ചെന്ന ഉടനെ തന്നെ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമായിരുന്നു. ഓപ്പണായി പറഞ്ഞത് സത്യസന്ധമായി നിന്നാണ് പ്രശ്നമായത്. 14 ലക്ഷം കൊടുത്തു, പുള്ളി പറഞ്ഞു വേണ്ടെന്ന്. PR ചെയ്താലും ഇല്ലെങ്കിലും കപ്പ് എനിക്ക് കിട്ടിയല്ലോ എന്നും അനു പറയുന്നുണ്ടായിരുന്നു. അനു എടുത്തതിൻ്റെ പകുതി എഫേർട്ട് പോലും അവിടെ ആരും എടുത്തതായി തോന്നിയില്ല. 2 കൈയും കൂട്ടിയടിക്കുമ്പോഴാണല്ലോ ശബ്ദം വരുന്നത്. പ്രശ്നം വന്നപ്പോൾ പലപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. തിങ്കപ്പെണ്ണ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് എഡിറ്റ് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ടിന് വേണ്ടി വഴക്ക് കൂടിയിട്ടുണ്ട് ഞാൻ. ഇന്നൊരു ദിവസമല്ല, ഇനിയും നമ്മൾ കാണുമെന്നായിരുന്നു കാണാനെത്തിയവരോട് അനു പറഞ്ഞത്. ബിഗ് ബോസിൽ പോയതോടെ 6 കിലോ കുറഞ്ഞു. വണ്ണം തോന്നിയതായി ലൂസായ ഉടുപ്പുകളും ഇപ്പോൾ ഇടുന്നത്. ഡിപ്രഷൻ അടിച്ചാണ് മെലിഞ്ഞത്. വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറ് കഴിക്കില്ലായിരുന്നു. ബിഗ് ബോസിൽ പോയപ്പോഴാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത്. ഒരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടെ എത്തിയപ്പോൾ 4 എണ്ണമൊക്കെ കഴിക്കുമായിരുന്നു. സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വന്നാൽ ഞാൻ മെലിയും. അങ്ങനെയാണ് ഈ കോലത്തിലായത്. ഷോയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ക്ഷമിക്കാൻ പഠിച്ചു, സ്നേഹിക്കാൻ പഠിച്ചു, ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു. ഈ 100 ദിവസം ഞാൻ ജീവിതത്തിലും ഒരിക്കലും മറക്കില്ല. ഇനി എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും. ആരോടെങ്കിലും വഴക്കിട്ടാൽ നമുക്ക് ഇറങ്ങിപ്പോരാം. അവിടെ അങ്ങനെ ഒരു ഓപ്ഷനില്ല. ഓടിപ്പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി കയറാമെന്ന് വെച്ചാൽ എല്ലായിടത്തും ക്യാമറയാണ്. ആദിലെ കള്ളി, നുണച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. അക്ബർ കർമ്മയെക്കുറിച്ച് പറഞ്ഞതും എന്നെ വേദനിപ്പിച്ചിരുന്നു. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ച് പോവും, അതെനിക്കും അറിയാം എന്നും അനു തന്നെ കാണാനെത്തിയവരോട് പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.